ആദരവുകളുടെ വലിയൊരു ഭാഗം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ആദരവ് ഏറ്റുവാങ്ങിയ എല്ലാവർക്കും നല്ലൊരു കൈയടി കൊടുക്കാം ഒരിക്കൽ കൂടി. താങ്ക് യു വെരി മച്ച് എൻറ്റയർ ടീം മെമ്പേഴ്സ്. നമുക്കിനി വളരെ പ്രധാനപ്പെട്ട ഒരു ആശംസയിലേക്ക് നമ്മൾ കടക്കുകയാണ്. വി ഹാവ് അനദർ വെരി ഫേമസ് മീഡിയ പേഴ്സണാലിറ്റി വിത്ത് അസ്. റിപ്പോർട്ടർ ന്യൂസ് നെറ്റ്വർക്കിന്റെ മാനേജ് ഡയറക്ടറും എഡിറ്ററുമായ ശ്രീ ആന്റോ അഗസ്റ്റിൻ. സത്യത്തിന്റെ സ്വാധീനമുള്ള കഥ പറച്ചിലിലും ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മീറ്റ് ദി എഡിറ്റേഴ്സ് എന്ന ഫ്ലാഗ്ഷിപ്പ് ഷോയ്ക്കും അദ്ദേഹം നേതൃത്വം നൽകുന്നു. കൂടാതെ പത്രപ്രവർത്തന സമഗ്രതയെ ആഗോള ബിസിനസ് കാഴ്ചപ്പാടുമായി സംയോജിപ്പിച്ച് എംറാജ് ഗ്രൂപ്പ് ഇന്റർനാഷണലും നേതൃത്വം നൽകുന്ന ശ്രീ ആന്റോ അഗസ്റ്റിൻ അവர்களെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ആശംസകപ്പെടുത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയോടുകൂടി ലെറ്റ്സ് വെൽക്കം ശ്രീ ആന്റോ അഗസ്റ്റിൻ ഓൺ സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു. SKN ഗംഭീരൊരു പ്രസംഗം നടത്തിയിട്ട് ഇങ്ങനെ പട്ടക്കം പൊട്ടുന്ന പോലെയുള്ള സൗണ്ടിൽ പ്രസംഗിച്ചിട്ട് നമ്മുടെ സൗണ്ട് ആ ലെവലിൽ വരാൻ സാധ്യതയില്ല. പക്ഷെ എങ്കിലും കേരളത്തിലെ ചാനലുകളുടെ ഒരു ജീവനാഡിയാണ് കേരള വിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വാർത്താ ചാനലുകൾ 8-9 വാർത്താ ചാനലുകളുണ്ട്. ഇതിനകത്ത് കേരള വിഷൻ വേണ്ടാന്ന് തീരുമാനിച്ചാൽ ആ വാർത്താ ചാനലില്ല എന്നുള്ളതാണ്. അപ്പോൾ കേരള വിഷനാണ് ശരിക്കും കേരളത്തിലെ ചാനലുകളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ചാനലുകളെ ഈ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 1000 കോടിയല്ല 10,000 കോടിയുടെ ലെവലിലേക്ക് ടേൺ ഓവർ എത്തിക്കേണ്ട വലിപ്പം ഇപ്പം കേരള വിഷൻ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും കേരള വിഷനെ അറിയാത്ത ആൾക്കാരുണ്ടാവില്ല, കേരളത്തെക്കുറിച്ച് കേരള വിഷനെക്കുറിച്ച് പറയാത്ത ആൾക്കാരുണ്ടാവില്ല, കേരള വിഷനുമായി ബന്ധപ്പെടാത്ത ആൾക്കാരുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 5-6 ബ്രോഡ്ബാൻഡ് കമ്പനികളിലൊന്നും എടുത്താൽ അതിലൊന്ന് കേരള വിഷനാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. ഈ രീതിയിൽ കേരളത്തിൽ നിന്ന് ഒരു സഹകരണത്തോടുകൂടി ഒരു പ്രസ്ഥാനം ഈ ലെവലിലേക്ക് വളർന്നു വരിക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. ഒരു വീട്ടിൽ 4-5 ആൾക്കാർ ഒന്നിച്ചു പോകാത്ത ഒരു നാടാണ് നമ്മുടെ. അവിടെയാണ് ആയിരക്കണക്കിന് ആൾക്കാരെ ഒന്നിച്ചു ചേർത്ത് ഒരു കുടക്കീഴിൽ വലിയ രീതിയിൽ മുന്നേറാൻ കഴിയുന്നത് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഞാനിവിടെ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ സുനിലേട്ടനും മനോരമേൻ്റെ ആൾക്കാരും ഒക്കെ ഇരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് കട്ടിപ്പിടിക്കുന്നതിൻ്റെ വലിപ്പം അവർക്കറിയാം, അതിൻ്റെ വിഷമം അവർക്കറിയാം. ഞാൻ SKN കഥ പറഞ്ഞ പോലെ വലിയ കഥയ്ക്കൊന്നും പോകുന്നില്ല. എന്നാലും ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഈ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചിന്ത വരുന്നത് ഏതെങ്കിലും ഒരു സാധനം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കുക, എല്ലാവരും വാങ്ങുന്ന ഒരു സാധനം തുടങ്ങണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പോൾ ഞാൻ 24-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യം തുടങ്ങിയത് ഒരു മൊബൈൽ കമ്പനിയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, മാംഗോ ഫോൺ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങേണ്ടത് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമായിരിക്കണം. അപ്പോൾ വിൽക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 4-5 വർഷം വളരെ കഷ്ടപ്പെട്ട് ടെക്നോളജി പഠിച്ച് ഉള്ള വലിയ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ നടത്തി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വാർത്ത മനോരമയിൽ വന്ന് ഇതിങ്ങനെയാണ്: ആപ്പിളിനെ വെല്ലാൻ മാംഗോയുമായി മലയാളികൾ എന്ന് പറഞ്ഞൊരു വലിയ വാർത്ത വന്നു. അതോടുകൂടി തീർന്ന് ഒരു ഇഞ്ച് പിന്നെ മുന്നോട്ട് പോയിട്ടില്ല, അവിടെ അവസാനിച്ചു. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? മലയാളികളുടെ കൺസെപ്റ്റ് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഇവനെങ്ങനെ ഇപ്പോൾ ഇവനെ ഇവിടുന്ന് ഈ മാംഗോ ഒക്കെ ഉണ്ടാക്കി ഫോൺ ഉണ്ടാക്കാനൊക്കെ കഴിവ് കിട്ടിയത് എന്ന് ചിന്തിക്കുന്ന ലൈനിലേക്കാണ് നമ്മുടെ മനസ്സ് എപ്പോഴും പോവുക. അതിനുശേഷം ഞാനൊരു കാര്യം വിചാരിച്ചു, കേരളത്തിൽ ഒരു പരിപാടിയും വേണ്ട, ഞാൻ ഇവിടുന്ന് ഒന്നും ചെയ്യുന്നില്ല, ഇന്ത്യക്ക് പുറത്തേ ചെയ്യുന്നുള്ളൂ വിചാരിച്ചു. ഇതേ മാംഗോ ഫോൺ ഞാൻ അവിടെ ചെന്നിട്ട് വൃത്തിയായി ഇപ്പോൾ ഒരു 8 കൺട്രിയിൽ ചെയ്യുന്നുണ്ട്. ആഫ്രിക്കൻ കൺട്രീസിൽ 8 കൺട്രീസിൽ മാംഗോ എന്ന് പറഞ്ഞ പേര് മാറ്റി അവർക്ക് ഇഷ്ടമുള്ള പേരിൽ ഉണ്ടാക്കി കൊടുക്കുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പ്രശ്നമില്ല, ഒരാൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതിന് കാരണം എന്താ? ആ കാരണം എന്ന് പറയുന്നത് നമ്മൾ കമ്പനികൾ വളർത്താനാണ് ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ള കാര്യം ഞാൻ അന്ന് പഠിച്ചതാണ്. ഞാൻ ഈ നികേഷ് കുമാറിനോടാണല്ലോ റിപ്പോർട്ട് TV വാങ്ങുന്നത്. ആ സമയത്ത് നികേഷ് കുമാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, ഡിസ്ട്രിബ്യൂഷൻ നടക്കില്ല, ഡിസ്ട്രിബ്യൂഷൻ്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഏതാ ഡിസ്ട്രിബ്യൂഷൻ? അപ്പോൾ ഇന്ന കമ്പനികളാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. പക്ഷേ അതിനകത്ത് കേരള വിഷനെ മാത്രം
പുള്ളി എപ്പോഴും വലിയ രീതിയിൽ പൊക്കി പറയും. കേരള വിഷൻ ഉണ്ടെങ്കിൽ, കേരള വിഷൻ ഉള്ളതുകൊണ്ടാണ് റിപ്പോർട്ടർ TV ഇന്ന് ഈ നിലയിൽ നിൽക്കാൻ കാരണം എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഞാനും ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷമായി ഞാൻ ആ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുകയാണ്. ഇന്ന് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ, ന്യൂസ് ചാനലുകളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാപനമാണ്. ഞാൻ ഇടക്കാലത്ത് റിപ്പോർട്ടർ TVയെ സഹകരിച്ചപ്പോൾ നമ്മുടെ ഹരികുമാറായിരുന്നു അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ നല്ല ബന്ധമാണ്. ഇപ്പം അവാർഡ് മേടിച്ച് ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കാണുകയായിരുന്നു. അപ്പം ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലെവൽ ഒരു ചാനലുകൾക്ക് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രശ്നം നേരിടുന്ന ഒരു കാലത്ത്, അതെല്ലാം കോർപ്പറേറ്റ് വൽക്കരിക്കുന്ന ഒരു കാലത്ത്, കോർപ്പറേറ്റ് ഭീമന്മാർ മാത്രം കൈകാര്യം ചെയ്തു വരുന്ന ഒരു കാലത്ത്, ഒരു സഹകരണ പ്രസ്ഥാനം പോലെ ഒരു കേരള വിഷൻ കേബിൾ ഓപ്പറേറ്റർ അസോസിയേഷൻ ഇതുപോലൊരു സംവിധാനം നടത്തി 1000 കോടി രൂപയിൽ എത്തിത്തീർക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നതേയില്ല. ഇതിനി അവർക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയ കാര്യങ്ങൾ. കാരണം ഒരു സ്റ്റേജ് കഴിയാനായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ട്. ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു സ്റ്റെപ്പ് വെക്കുക, നമ്മൾ പതുക്കെ വെക്കുന്നതിന് സ്റ്റെപ്പ് ചിലപ്പോൾ 3-4 സ്റ്റെപ്പ് ഒന്നിച്ച് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ 8-ാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ TV ആണല്ലോ 2 വർഷം കൂടി. ഈ ജൂലൈ 1-ാം തീയതി ആകുമ്പോൾ 2 വർഷമാവും. ഞാൻ ഈ 8-ാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ TV ആണ് ഞാൻ ഏറ്റെടുക്കുന്നത്. അവിടുന്ന് 6, 5, 4, 3, 2 ഒക്കെ ഞാനിങ്ങനെ കയറി വരുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ 3-ാം സ്ഥാനത്ത് ഞാൻ ഒറ്റ കുതിപ്പിന് 1-ാം സ്ഥാനത്തെത്തി. ഇനി അധികം നാൾ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ബാക്കിയുള്ള എല്ലാ ചാനലുകാരും കൂടെ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. കഷ്ടപ്പാട് എന്താണെന്ന് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരികയും വലിയ രീതിയിൽ ഇവൻറ്റുകൾ നടത്തുകയും വലിയ വലിയ പ്രോഗ്രാമുകൾ നടത്തുകയും നിങ്ങളുടെ ഒരു കപ്പാസിറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുകയും വേണമെന്ന് ഉദ്ദേശിച്ചോടുകൂടിയാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെയാണ് 1000 കോടി എന്ന് പറയുന്നത് അത്ര ചെറിയ എമൗണ്ടേ അല്ല, വലിയ എമൗണ്ടാണ്. 1000 കോടി ടേൺ ഓവർ ഒരു കേബിൾ ഓപ്പറേറ്റിംഗ് സംവിധാനത്തിന് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ അതിൻ്റെ എത്രയോ വലുതാണ് ഇനി ചെയ്യാൻ കഴിയുക. ഈ AI-ൻ്റെ ഒക്കെ കാലമാണ് വരുന്നത്. എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ പ്രവീൺ സാറോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയായിരുന്നു, ഞങ്ങൾ പല വെർട്ടിക്കുകളിലേക്ക് തിരിയുകയാണ്, ഞങ്ങൾ ടൂറിസത്തിലേക്ക് വരുന്നുണ്ട്, ടൂറിസത്തിൻ്റെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു കേരളം ഭരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ മന്ത്രിയായിരിക്കുന്ന പാർട്ടികൾക്കുള്ളതിനേക്കാളും കൂടുതൽ അംഗബലവും സ്വാധീനവും ഉള്ള ഒരു പ്രസ്ഥാനമാണ് നിങ്ങൾ. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിയെ എടുത്ത് നോക്കിയാൽ അവർക്ക് ഇതിൻ്റെ ഇപ്പോൾ 100-ലൊന്നും ആൾക്കാരുണ്ടാവില്ല. അവർക്ക് മന്ത്രിസ്ഥാനമുണ്ട്, 2-3 MLA ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും വലിയ പ്രസ്ഥാനമാണ്. നിങ്ങൾക്ക് മന്ത്രിസ്ഥാനമില്ല, MLA ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ സ്വാധീനിക്കുന്ന ഒരു പ്രസ്ഥാനമായി കേരള വിഷൻ മാറിയിട്ടുണ്ട്. അത് ഇനിയും വളരുമെന്നറിയാം. കാരണം നിങ്ങളുടെ ഒത്തൊരുമ അങ്ങനെയാണ്, ആ രീതിയിൽ വളർന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ കേരള വിഷന് അടുത്ത 2 വർഷം കഴിയുമ്പോഴോ 3 വർഷം കഴിയുമ്പോഴോ 1000 കോടി എന്നുള്ളത് 10000 കോടിയായിട്ടുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് ശ്രീ ആൻഡേഴ്സൺ സർ. ആവേശജലമായ വാക്കുകൾക്കും ഒപ്പം ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കാളികളായതിനും ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി. താങ്ക് യു വെരി